Dear students, welcome to Learner's World. In this video, I'm going to talk about a movie adaptation, Dracula, directed by Terence Fisher, reading fiction, FIUGP, BA English Language and Literature, second semester, Calcutta University. Terence Fisher was a British film director best known for his work for Hammer Films. Hammer Films is a British film production company based in London. ടെറൻസ് ഫിഷർ ഒരു ബ്രിട്ടീഷ് ഫിലിം ഡയറക്ടറാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഹാമർ ഫിലിംസിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഹാമർ ഫിലിംസ് എന്ന് പറയുന്നത് ലണ്ടനിൽ ബേസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഹി വാസ് ദ ഫസ്റ്റ് ടു ബ്രിങ് ഗോത്തിക് ഹൊറർ അലൈവ് ഇൻ ഫുൾ കളർ ആൻഡ് എക്സ്പ്ലിസിറ്റ് ഹൊറർ ഇൻ ഹിസ് ഫിലിം. ടെറൻസ് ഫിഷറാണ് ആദ്യമായിട്ട് തൻ്റെ ഫിലിംസിൽ ഹൊറർ കൊണ്ടുവന്നിട്ടുള്ളത്, ഗോത്തിക് ഹൊറർ ഫുൾ കളറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ഗോത്തിക് ഫിക്ഷൻ ഓർ മിസ്റ്ററി? ഇറ്റ്സ് എ ലിറ്റററി ജാനർ ദാറ്റ് കമ്പൈൻസ് എലമെൻറ്റ്സ് ഓഫ് ഹൊറർ, മിസ്റ്ററി ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ വിത്ത് റൊമാൻറ്റിക് എലമെൻറ്റ്സ്. ഗോത്തിക് ഫിക്ഷൻ അല്ലെങ്കിൽ ഗോത്തിക് ഫിലിം എന്നൊക്കെ പറയുന്നത് അതിൽ ഹൊറർ, പേടിപ്പെടുത്തുന്ന സീനുകളൊക്കെ ഉണ്ടാകും. അതുപോലെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ടാകും. സൂപ്പർ നാച്ചുറൽ എലമെൻസിൻ്റെ കൂടെ റൊമാൻറ്റിക് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇതിനെയാണ് ഗോത്തിക് ഫിക്ഷൻ ഓർ മിസ്റ്ററി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡ്രാക്കുള ബൈ ബ്രാം സ്റ്റോക്കർ, ജെയിൻ എയർ ബൈ ഷാർലറ്റ് ബ്രോണ്ടെ, ഫ്രാങ്കൻസ്റ്റൈൻ ബൈ മേരി ഷെല്ലി. Dracula is a 1958 British Gothic horror film directed by Terence Fisher and written by Jimmy Sangster based on Bram Stoker's 1897 novel of the same name. Dracula എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഫിലിം അഡാപ്റ്റേഷനാണ്. ഇതൊരു ബ്രാം സ്റ്റോക്കറുടെ 1897 നോവൽ കൂടിയാണ് ഡ്രാക്കുള എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 1958 ഈ ഒരു ഗോത്തിക് ഹൊറർ ഫിലിം ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത് ടെറൻസ് ഫിഷറാണ്. റിട്ടേൺ ചെയ്തിട്ടുള്ളത് ജിമ്മി സാങ്സ്റ്ററാണ്. ദെൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫിലിം. കൗണ്ട് ഡ്രാക്കുള ടൈറ്റിൽ ക്യാരക്ടർ, അതായത് ഡ്രാക്കുളൻ്റെ ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ടൈറ്റിൽ ക്യാരക്ടർ കൗണ്ട് ഡ്രാക്കുളയാണ്. ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ഡോക്ടർ വാൻ ഹെൽസിങ്. ഈ ഒരു കൗണ്ട് ഡ്രാക്കുളനെ ഹണ്ട് ചെയ്യുന്നത് വാൻ ഹെൽസിങ് ആണ്. ദെൻ ആർതർ ഹോംവുഡ്, ലൂസിയുടെ ബ്രദറാണ് ആർതർ ഹോംവുഡ്. മീന ഹോംവുഡ്, ആർതേഴ്സ് വൈഫ്. ദെൻ ലൂസി ഹോംവുഡ് എൻഗേജ് ടു ജൊനാഥൻ ഹാക്കർ. ജൊനാഥൻ ഹാക്കറുമായിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വുമനാണ് ലൂസി ഹോംവുഡ്. ജൊനാഥൻ ഹാക്കർ ഹിസ് എൻകൗണ്ടർ വിത്ത് വാമ്പയർ കൗണ്ട് ഡ്രാക്കുള ആൻഡ് ഹിസ് ബ്രൈഡ്സ് അറ്റ് കാസിൽ ഡ്രാക്കുള കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡ്രാമാറ്റിക് ഓപ്പണിംഗ് സീൻ ഇൻ ദ ഫിലിം. ജൊനാഥൻ ഹാക്കർ നമുക്ക് ഈ ഒരു ഫിലിമിലെ ഓപ്പണിംഗ് സീനിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ലൈബ്രറിയനായിട്ട് കൗണ്ട് ഡ്രാക്കുളയുടെ കാസിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കൗണ്ട് ഡ്രാക്കുളയെ ഹണ്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവരുടെ കൗണ്ട് ഡ്രാക്കുളയുടെ ബ്രൈഡായിട്ട് ഒരു ലേഡീനെ അവിടെ കാണുന്നുണ്ട്. അവളൊരു വാമ്പയറാണ്. പിന്നീടാണ് അത് ജൊനാഥൻ ഹാക്കർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഷീസ് എ വാമ്പയർ എന്നുള്ളത്. ടാനിയ എന്ന് പറയുന്നത് മീനാസ് ഡോട്ടറാണ്. ഓക്കെ, ദെൻ സമ്മറി ഓഫ് ഡ്രാക്കുള ഫിലിം അഡാപ്റ്റേഷൻ. Jonathan Hacker arrives at Count Dracula's castle to take up his post as a librarian. അപ്പോൾ ജൊനാഥൻ ഹാക്കറാണ് ഈ ഒരു മൂവി തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് സീനിൽ നമുക്ക് ഓപ്പണിംഗ് സീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡ്രാക്കുളയുടെ ആ ഒരു കാസിലിൽ എത്തിയിരിക്കുകയാണ് ലൈബ്രറിയൻ പോസ്റ്റിലേക്ക്. ഇൻസൈഡ് ഹീ ഈസ് startled by a young woman who claims to be a prisoner and begs for his help. അപ്പോൾ ജൊനാഥൻ ഹാക്കർ ഡ്രാക്കുളയുടെ കാസിലെത്തിയ സമയത്ത് ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഞാനൊരു പ്രിസണറിലാണ്, എന്നെ ഇവിടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്ന് ബെഗ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഡ്രാക്കുള അറൈവ്സ്, ഗ്രീറ്റ്സ് ഹാക്കർ ആൻഡ് ഗൈഡ്സ് ഹിം ടു ഹിസ് റൂം. ആ സമയത്ത് തന്നെ ഡ്രാക്കുള പുറത്തേക്ക് വരുന്നുണ്ട്. ജൊനാഥൻ ഹാക്കറിനെ ഗ്രീറ്റ് ചെയ്തതിന് ശേഷം തൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എലോൺ, ജൊനാഥൻ ഹാക്കർ റൈറ്റ്സ് ഇൻ ഹിസ് ഡയറി റിവീലിംഗ് ഹിസ് ട്രൂ ഇൻറ്റൻഷൻസ്.
അങ്ങനെ ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്ന സമയത്ത് ജൊനാഥൻ ഹാക്കർ തൻ്റെ ഡയറിയിൽ തൻ്റെ ട്രൂ ഇൻറ്റൻഷൻ, ഞാൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്, എന്താണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത് എഴുതാൻ തുടങ്ങി. ഈസ് എ വാമ്പയർ. വാമ്പയർ മീൻസ് ബ്ലഡ് സക്കിങ് സ്പിരിറ്റ്, അതായത് ചോര കുടിക്കുന്ന ഒരു പിശാച്, അതാണ് വാമ്പയർ എന്ന് പറയുന്നത്. ഹീസ് എ വാമ്പയർ ഹണ്ടർ ആൻഡ് ഹാസ് കം ടു ഫ്ലഷ് ഔട്ട് ഡ്രാക്കുള. അപ്പോൾ ജൊനാഥൻ ഹാക്കർ ഒരു വാമ്പയർ ഹണ്ടറാണ്, അതായത് ഈ ബ്ലഡ് സക്കിങ് സ്പിരിറ്റിനെ പിടിക്കാൻ വന്ന ഒരാളാണ് ജൊനാഥൻ ഹാക്കർ. ഡ്രാക്കുളനൊക്കെ ഹണ്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളാണ്. അതായിരുന്നു ജൊനാഥൻ ഹാക്കറിൻ്റെ ലക്ഷ്യം. സംടൈംസ് ലേറ്റർ ഹാക്കർ അഗെയിൻ ഈസ് കൺഫ്രണ്ടഡ് ബൈ ദ വിമൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഹാക്കർ ആ ഒരു സ്ത്രീയെ കണ്ടു. ഷി റിവീൽസ് ഹെർസെൽഫ് ടു ബി എ വാമ്പയർ ആൻഡ് ബൈറ്റ്സ് ഹിസ് നെക്ക്. അപ്പോൾ പിന്നീട് കണ്ടുമുട്ടിയ സമയത്ത് ഈ ഒരു സ്ത്രീ ഈ ഒരു ജൊനാഥൻ ഹാക്കറിൻ്റെ കഴുത്തിൽ കടിക്കുന്നുണ്ട്. അപ്പോൾ ജൊനാഥൻ ഹാക്കറിന് റിയലൈസ് ചെയ്യാണ് ഷീസ് എ വാമ്പയർ എന്നുള്ളത്. ഡ്രാക്കുള അറൈവ്സ് ആൻഡ് പുൾസ് ഹർ അവേ ആസ് ഹാക്കർ പാസസ് ഔട്ട്. ആ സമയത്ത് ഡ്രാക്കുള വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട് ജൊനാഥൻ ഹാക്കറിനെ. ആ സ്ത്രീയെ വലിച്ച് താഴെ ഇടുന്നുണ്ട്. ആഫ്റ്റർ അവേക്കനിങ് ഇൻ ഹിസ് റൂം ഇൻ ഡേ ലൈറ്റ് ഹാക്കർ ഡിസ്കവേഴ്സ് ദ ബൈറ്റ് മാർക്സ് ഓൺ ഹിസ് നെക്ക്. അങ്ങനെ തൻ്റെ റൂമിൽ അദ്ദേഹം നോക്കി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ടെത്തി തൻ്റെ കഴുത്തിൽ ഉള്ള ആ ഒരു ബൈറ്റ് മാർക്സ്, ആ ഒരു സ്ത്രീ കടിച്ച ആ ഒരു മാർക്ക് അദ്ദേഹം കണ്ടെത്തി. ഹി റിയലൈസസ് ഹി ഹാസ് ലോസ്റ്റ് നിയർലി ആൻ എൻജർ പീരീഡ് ഓഫ് ഡേ ലൈറ്റ്. ഹാക്കർ റൈറ്റ്സ് എ ഫൈനൽ എൻട്രി ഇൻ ഹിസ് ജേർണൽ ആൻഡ് ഹൈഡ്സ് ദ ബുക്ക് ഔട്ട്സൈഡ് ഇൻ ദ കാസിൽ. അപ്പോൾ അദ്ദേഹത്തിന് റിയലൈസ് ചെയ്തു, ജൊനാഥൻ ഹാക്കർ റിയലൈസ് ചെയ്തു, ഞാനിപ്പോൾ ഒരു വാമ്പയർ ആവാൻ പോവുകയാണ്, എന്നൊരു വാമ്പയറാണ് ബൈറ്റ് ചെയ്തിട്ടുള്ളത്, എനിക്ക് എൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ജൊനാഥൻ ഹാക്കറിനുണ്ടായിരുന്നു. അങ്ങനത്തെ എൻ്റെ ഫൈനൽ എൻട്രി ആ ഒരു ഡയറിയിൽ കുറിച്ചതിന് ശേഷം ആ ഒരു ഡ്രാക്കുളയുടെ കാസിലിൻ്റെ പുറത്ത് അത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ആ ഒരു ബുക്ക്. Desperate to complete his mission, he finds Dracula's coffin and stakes the vampire woman through the heart. അങ്ങനെ വളരെയധികം ഡെസ്പറേഷനിലായിരുന്നു, നിരാശയിലായിരുന്നു. എൻ്റെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ജൊനാഥൻ ഹാക്കറിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഡ്രാക്കുളയുടെ കഫിൻ കണ്ടെത്തി ജൊനാഥൻ ഹാക്കർ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, വാമ്പയർ വുമൺ, ആ സ്ത്രീയെ ഹാർട്ടിൽ ഒരു മരക്കുറ്റി വെച്ചിട്ട് തറക്കുന്നുണ്ട്. ഡ്രാക്കുള അവേക്കൻസ് ആൻഡ് ഡിഫീറ്റ്സ് ഹിം ബിഫോർ ഹാക്കർ ക്യാൻ ഡിസ്ട്രോയ് ഹിം. ഡ്രാക്കുള പെട്ടെന്ന് എഴുന്നേറ്റു, അതായത് ജൊനാഥൻ ഹാക്കർ തന്നെ അതായത് തന്നെ കൊല്ലുന്നതിന് മുമ്പ് ഹാക്കറിനെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ ഡ്രാക്കുള അവിടെ നിന്ന് എഴുന്നേറ്റു. ഡേയ്സ് പാസ്. ഡോക്ടർ വാൻ ഹെൽസിങ് അറൈവ്സ് ലുക്കിംഗ് ഫോർ ഹാക്കർ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഡോക്ടർ വാൻ ഹെൽസിങ്, ഇതുപോലെ ഡ്രാക്കുളനെ ഹണ്ട് ചെയ്യാൻ ഉള്ള ഒരാളാണ് വാൻ ഹെൽസിങ്, വാമ്പയർ ഹണ്ടറാണ്. അദ്ദേഹം ഹാക്കറിനെ അന്വേഷിച്ച് വരികയാണ്. ആൻഡ് ഇൻകീപ്പേഴ്സ് ഡോട്ടർ ഗിവ്സ് ഹിം ഹാക്കേഴ്സ് ജേണൽ. അങ്ങനെ ഹാക്കറുടെ ആ ഒരു ജേണൽ, ആ ഒരു ഡയറി വാൻ ഹെൽസിങ്ങിന് ഇൻകീപ്പേഴ്സ് ഡോട്ടർ കൈമാറുന്നുണ്ട്. ഈ വിസിറ്റ്സ് എ നിയർ ബൈ ഇൻ ടു ഫൈൻഡ് ഔട്ട് ഹാക്കേഴ്സ് ഫോർ അബൌട്ട്സ്. അപ്പോൾ ഹാക്കറുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ അന്വേഷിച്ച് നിൽക്കുകയാണ്. ഹെൽസിങ് ഒബ്സർവ് ഗാർലിക് ഫ്ലവേഴ്സ് പ്ലേസ്ഡ് ഓൺ ദ എൻട്രൻസ് ടു വാർഡ് ഓഫ് വാമ്പയേഴ്സ്. അങ്ങനെ ഡോക്ടർ വാൻ ഹെൽസിങ് ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ഗാർലിക് ഫ്ലവേഴ്സ്, അതായത് വെളുത്തുള്ളി കൊണ്ടുണ്ടാക്കിയ ഫ്ലവേഴ്സ് അതിൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് വാമ്പേഴ്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെളുത്തുള്ളി പ്രയോഗം എന്നാണ് പറയുന്നത്. ഇൻകീപ്പർ ഈസ് ടു ടെറിഫൈഡ് ടു സ്പീക്ക് അബൌട്ട് ഡ്രാക്കുള ഓർ ഹാക്കർ. അപ്പോൾ ജൊനാഥൻ ഹാക്കർ എവിടെ, അല്ലെങ്കിൽ ഡ്രാക്കുളനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ ഇൻകീപ്പർക്ക് വളരെയധികം പേടിയായിരുന്നു. ബട്ട് എ വുമൺ അറ്റ് ദ ഇൻഹാൻസ് വാൻ ഹെൽസിങ് ഹാക്കേഴ്സ് ഡയറി റിവീൽസ് ദ ട്രൂത്ത്. പക്ഷേ ആ ഒരു ഡയറി
ജൊനാഥൻ ഹാക്കറുടെ ആ ഒരു ഡയറി എല്ലാ സത്യം അതിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വാമ്പയർ വിമനെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു. വാൻ ഹെൽസിംഗ് ട്രാവൽസ് ടു ഡ്രാക്കുളാസ് കാസിൽ ഹി ഫൈൻഡ് ഹാക്കേഴ്സ് ബോഡി ഓഫ് എ വാമ്പയർ ഇൻ എ കഫിൻ. അങ്ങനെ ഡ്രാക്കുളയുടെ കാസിലേക്ക് വാൻ ഹെൽസിംഗ് പോയി അവിടെ ഹാക്കറുടെ ബോഡി കണ്ടെത്തി. ആ സമയത്ത് ഹാക്കർ ഒരു വാമ്പയർ ആണെന്ന് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. Van Helsing chased him to release Hacker's soul, but find Dracula's coffin empty, indicating that Dracula has escaped. പിന്നെ വാൻ ഹെൽസിംഗ് ഹാക്കറുടെ ആത്മാവിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു ഷേക്ക് ചെയ്തുകൊണ്ട്. പക്ഷേ ആ സമയത്ത് ഡ്രാക്കുളയുടെ കഫിൻ അവിടെ എംറ്റി ആയിരുന്നു. ഡ്രാക്കുള അവിടുന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വാൻ ഹെൽസിംഗ് ദെൻ ഇൻഫോംസ് ആദർ ഹോംവുഡ്, ലൂസിസ് ബ്രദർ, അബൌട്ട് ഹാക്കേഴ്സ് ഡെത്ത്. അങ്ങനെ വാൻ ഹെൽസിംഗ് ആർദർ ഹോംവുഡിനെ വിളിച്ച് ഈ ഒരു ഹാക്കറുടെ ഡെത്തിനെ കുറിച്ചിട്ട് പറയുകയാണ്. ആർദർ ഹോംവുഡ് എന്ന് പറയുന്നത് ലൂസിയുടെ ബ്രദറാണ്. ലൂസി എന്ന് പറയുന്നത് ജൊനാഥൻ ഹാക്കർ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ് ലൂസി എന്ന് പറയുന്നത്. ആദർ ആൻഡ് ഹിസ് വൈഫ് മീന ഡിസൈഡ് നോട്ട് ടു ടെൽ ലൂസി ഹൂ സപ്പോസഡ്ലി സഫേഴ്സ് ഫ്രം അനീമിയ. അപ്പോൾ ആദറും തൻ്റെ വൈഫായിട്ടുള്ള മീനയും ഡിസൈഡ് ചെയ്തു ലൂസിനോട് ഈ ഒരു ഹാക്കറിൻ്റെ ഡെത്തിനെ കുറിച്ചിട്ട് പറയണ്ട. കാരണം അവൾ ഓൾറെഡി അനീമിയ ബാധിച്ച് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അറ്റ് നൈറ്റ് ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ലൂസി ഈസ് നോട്ട് ഇൽ ആസ് ഷീ ഓപ്പൺസ് എ വിൻഡോ ടു ഇൻവൈറ്റ് ഡ്രാക്കുള ഇൻസൈഡ്. പക്ഷെ രാത്രിയിൽ അത് റിവീൽ ചെയ്തു. അതായത് ലൂസിക്ക് അനീമിയല്ല രോഗം. അവൾ ആ രാത്രിയിൽ എന്ത് ചെയ്യാണ്, വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ഡ്രാക്കുളനെ ഉള്ളിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൂസിസ് ഇൽനെസ് വേഴ്സൺസ് ആസ് ഷീ സ്ലോലി ടേണിംഗ് ഇൻടു എ വാമ്പയർ. അങ്ങനെ ലൂസിയുടെ രോഗം കൂടിക്കൊണ്ടിരുന്നു, മോശമായിക്കൊണ്ടിരുന്നു. അവൾ സ്ലോലി സാവധാനം അവളൊരു വാമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ റിവീൽ ദാറ്റ് ഷീ ഈസ് അവെയർ ഓഫ് ഹാക്കേഴ്സ് ഡെത്ത് ബിഫോർ ഹിസ് ബ്രദർ ടെൽസ് ഹർ വേർ ഷീ ഷോസ് നോ പെർട്ടിക്കുലർ ഇമോഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി വെളിപ്പെടുന്നുണ്ട്. അവൾ ഓൾറെഡി ഹാക്കറുടെ ഡെത്ത് അറിഞ്ഞിരുന്നു. അവളുടെ ബ്രദർ പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ആ ഒരു ഡെത്ത് അറിഞ്ഞിരുന്നു, ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊരു പെർട്ടിക്കുലർ ഇമോഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ലൂസിസ് ഡോക്ടർ ടെൽസ് മീന ടു കൺസിഡർ എ സെക്കൻഡ് ഒപ്പീനിയൻ ആസ് നോ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ഹിസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ലൂസിയുടെ ഡോക്ടർ മീനനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ ചെയ്യാം. അവൾക്ക് പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നുമില്ല ഞാൻ ഈ ചെയ്യുന്നതിൽ എന്ന് പറയുന്നുണ്ട്. Worried over Lucy's worsening condition, she visited Dr. Van Helsing to seek help with the treatment. അങ്ങനെ ലൂസിയുടെ ആ ഒരു മോശമായിട്ടുള്ള കണ്ടീഷനിൽ വളരെയധികം അവരൊക്കെ വെറീഡ് ആയിരുന്നു. അങ്ങനെ അവർ ഡോക്ടർ വാൻ ഹെൽസിനെ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റിന് ഒരു ഹെൽപ്പ് എന്നുള്ള നിലക്ക്. വാൻ ഹെൽസിംഗ് എക്സാമിൻ ലൂസി ആൻഡ് ഡിസ്കവേഴ്സ് ദ ബൈറ്റ് മാർക്സ് ഓൺ ഹെർ നെക്ക്. അങ്ങനെ വാൻ ഹെൽസിംഗ് ലൂസിനെ എക്സാമിൻ ചെയ്യുകയാണ്, ക്രോസ് എക്സാമിൻ നടത്തുകയാണ്. അവളെ പരിശോധിച്ച സമയത്ത് കണ്ടെത്തി അവളുടെ നെക്കിൽ ഒരു ബൈറ്റ് മാർക്ക് ഉണ്ട് എന്നുള്ളത്. ഈ റിയലൈസസ് ദാറ്റ് ഡ്രാക്കുള ഈസ് റെസ്പോൺസിബിൾ ആൻഡ് അഡ്വൈസസ് ആദർ ആൻഡ് മീന ടു കീപ് ഗാർലിക് ഫ്ലവേഴ്സ് ഇൻ ലൂസിസ് റൂം ആൻഡ് ലോക്ക് ഓൾ വിൻഡോസ് ആൻഡ് ഡോർസ് അറ്റ് നൈറ്റ്. അങ്ങനെ അദ്ദേഹം റിയലൈസ് ചെയ്തു ഡ്രാക്കുളയാണ് ഇതിനൊക്കെ ഉത്തരവാദി. അവരെ ആർദറിനോടും മീനിനോടും ഡോക്ടർ അഡ്വൈസ് ചെയ്തു, നിങ്ങൾ റൂമിൻ്റെ അതായത് എൻട്രൻസിൽ ഗാർലിക് ഫ്ലവേഴ്സ് വെക്കണം, അതുപോലെ വിൻഡോസൊക്കെ അടച്ചിടണം നൈറ്റിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഡ്വൈസ് നൽകുന്നുണ്ട് ലൂസിയുടെ റൂമിൻ്റെ. ലൂസി കൺവൈൻസസ് ദ മെയ്ഡ് ടു റിമൂവ് ദ ഗാർലിക് ആൻഡ് ഓപ്പൺ ദ വിൻഡോ. അപ്പോൾ ലൂസി എന്ത് ചെയ്തു, മെയ്ഡിനോട് പറഞ്ഞു ആ ഗാർലിക് ഫ്ലവേഴ്സൊക്കെ എടുത്ത് മാറ്റണം. ഗാർലിക് ഫ്ലവേഴ്സ് ഈ വാമ്പയേഴ്സ്, അതായത് ഈ ഒരു ബ്ലഡ് സക്കിങ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അതായത് എന്താണ് ഈ ബ്ലഡ് ഊറ്റി കുടിക്കുന്ന പിശാചുക്കൾ, അവരകറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗാർലിക് ഫ്ലവേഴ്സ് വെക്കാറുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റാൻ മെയ്ഡിനോട് പറയുന്നുണ്ട്. അതുപോലെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. ദ ഫോളോയിങ് മോർണിംഗ് ലൂസി ഈസ് ഫൗണ്ട് ഡെഡ്. പിറ്റേ ദിവസം രാവിലെ ലൂസി മരണപ്പെട്ടതായിട്ട് കണ്ടെത്തി. അറ്റ് ദിസ് പോയിൻറ്റ് ഹെൽസിംഗ് ഹാൻഡ്സ് ഓഫ് ഹാക്കേഴ്സ് ഡയറി ടു ആദർ ആൻഡ് എക്സ്പ്ലെയിൻസ് എവറിത്തിങ്. ഈ ഒരു മൊമെൻറ്റിൽ
ഹെൽസിങ് എന്ത് ചെയ്തു, ഹാക്കറുടെ ഡയറി ആർദറിന് കൈമാറി അതിലെല്ലാം വിവരിക്കുന്നുണ്ടായിരുന്നു. ടാനിയ, മീനാസ് ഡോട്ടർ, റിവീൽസ് ദാറ്റ് ലൂസി ഹാഡ് അപ്രോച്ച്ഡ് ഹെർ ഇൻവൈറ്റിംഗ് ഹെർ ടു പ്ലേ. അപ്പോൾ ടാനിയ മീനയുടെ ഡോട്ടറാണ്. അപ്പോൾ അവൾ റിവീൽ ചെയ്തു ലൂസി ഒരിക്കൽ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു, അവളുമായിട്ട് കളിക്കാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു. Van Helsing, who had been watching Lucy's grave, also realizes that she has become a vampire. And Van Helsing ലൂസിയുടെ ഗ്രേവ് ശവക്കുഴി വാച്ച് ചെയ്യുന്ന സമയത്ത് റിയലൈസ് ചെയ്തു അവളൊരു വാമ്പിയർ ആണ് എന്നുള്ളത്. ആർദർ ജോയിൻസ് ഹെൽസിങ്സ് പർസ്യൂട്ട് ഓഫ് ഡ്രാക്കുള ആൻഡ് ദേ വർക്ക് ടുഗദർ. അങ്ങനെ ആർദർ ഡോക്ടർ വാൻ ഹെൽസിങ്ങുമായിട്ട് ജോയിൻ ചെയ്തു. അവരൊരുമിച്ച് ഡ്രാക്കുളനെ ഹണ്ട് ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് നൈറ്റ് ദേ സ്റ്റേക്ക് ലൂസിസ് ഹാർട്ട് ടു ഫ്രീ ഹെർ സോൾ വൈൽ ഷീ ഈസ് അസ്ലീപ്പ് ഇൻ ദ കഫിൻ. അപ്പോൾ ലൂസി കഫിൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു നൈറ്റിൽ അവർ ലൂസിൻ്റെ ഹാർട്ടിൽ അവർ സ്റ്റേക്ക് ചെയ്തു. അതായത് ഒരു മരക്കുറ്റി വെച്ചിട്ട് അവർ ഇങ്ങനെ കുത്തിയെ ഇറക്കി എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവളുടെ സോൾ ഫ്രീ അവളുടെ ആത്മാവ് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. വാൻ ഹെൽസിങ് കണ്ടിന്യൂസ് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രൈസ് ടു ഫിഗർ ഔട്ട് വേർ ഡ്രാക്കുള സ്ലീപ്പ് ഡ്യൂറിങ് ദ ഡേ. അങ്ങനെ വാൻ ഹെൽസിങ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്തു. അതായത് ഡ്രാക്കുള പകലെവിടെയാണ് ഉറങ്ങുന്നത് എന്ന് കണ്ടെത്താൻ. He knows that vampires must sleep on their home soil and deduces that Dracula must have transported his coffin. Van Helsing and Arthur investigate the local parcel office and realizes a coffin has been sent to a mortician from Dracula's castle. അപ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടെത്തിയ ഒരു കാര്യം, ഡ്രാക്കുളയുടെ ആ ഒരു കഫിൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. അത് മാറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. പിന്നീട് അവർ എൻക്വയറി ചെയ്ത് അവരൊരു ലോക്കൽ പാർസൽ ഓഫീസിൽ എൻക്വയറി ചെയ്ത സമയത്ത് അവിടുന്ന് റിയലൈസ് ചെയ്തു കഫിൻ ഒരു മോട്ടിഷ്യൻ്റെ അടുത്തേക്ക്, ഡ്രാക്കുളയുടെ ക്യാസിൽ നിന്ന് മോട്ടിഷ്യൻ്റെ അടുത്തേക്ക് അത് സെൻഡ് ചെയ്തിട്ടുണ്ട് കഫിൻ. മോട്ടിഷ്യൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു കഫിനൊക്കെ ഉണ്ടാക്കുകയും ഈ ഒരു ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് മോട്ടിഷ്യൻ. അയാളുടെ അടുത്തേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ദേ വിസിറ്റ് ദ മോട്ടിഷ്യൻ ബട്ട് ഫൈൻഡ് ദ കഫിൻ ഹാസ് ഓൾറെഡി ബീൻ മൂവ്ഡ്. അങ്ങനെ മോട്ടിഷ്യൻ്റെ അടുത്ത് അവർ വിസിറ്റ് ചെയ്ത സമയത്ത് കഫിൻ അവിടെ ഇല്ല, അത് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദേ ഡെഡ്യൂസ് ദാറ്റ് ഡ്രാക്കുള ഹാസ് ഹിഡൻ ഹിസ് കഫിൻ ഇൻ ആൻ അബാൻഡൻഡ് ഗ്രേവ് യാർഡ് ആൻഡ് ഡിസൈഡ് ടു സെർച്ച് ദർ. അപ്പോൾ അവർ മനസ്സിലാക്കി ഡ്രാക്കുള ഒരു ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രേവ് യാർഡിൽ ഒരു ശവപ്പറമ്പിൽ ഒരു കഫിൽ അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് അവരവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ ലൂസി ഓൺ ടോപ്പ് ഓഫ് ദ വുമൻ അറ്റ് ദ കാസിൽ ഡ്രാക്കുള ടാർഗറ്റ് മീന ഫോർ റീറ്റാലിയേഷൻ. അങ്ങനെ ലൂസിൻ്റെ കഴിഞ്ഞല്ലോ, ലൂസി മരിച്ചല്ലോ. അപ്പോൾ അതിന് ശേഷം ഡ്രാക്കുള ടാർഗറ്റ് ചെയ്തത് മീനനെയാണ് ടാർഗറ്റ് ചെയ്തത്. ബിഫോർ ഗോയിങ് ടു ദ അബാൻഡൻഡ് ഗ്രേവ് യാർഡ് ആദർ ഗിവ്സ് മീന എ ക്രോസ് ഫോർ പ്രൊട്ടക്ഷൻ. അങ്ങനെ അവർ ആ ഒരു അബാൻഡൻ ഗ്രേവ് യാർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ആർദർ എന്ത് ചെയ്തിരുന്നു, ആർദറിൻ്റെ വൈഫാണല്ലോ മീനനെ ഒരു കുരിശൊക്കെ കൊടുത്ത് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുരിശൊക്കെ നൽകിയിരുന്നു. ബട്ട് ഷീ റിയാക്ട്സ് ഡിസ്ട്രസ്ഡ് വെൻ ഇറ്റ് ഈസ് നിയർ ഹെർ കൺഫേമിങ് ദാറ്റ് ഷീ ഈസ് അണ്ടർ ഡ്രാക്കുളാസ് കൺട്രോൾ. അങ്ങനെ കുരിശ് കൊടുക്കുന്ന സമയത്ത് അവൾ വളരെയധികം ഡിസ്ട്രസ്ഡ് ആവുന്നുണ്ട്. കുരിശ് അവളുടെ അടുത്തെത്തുന്നത് സമയത്ത് അവർക്ക് മനസ്സിലായി അവൾ ഡ്രാക്കുളയുടെ കൺട്രോളിലാണ്. വാൻ ഹെൽസിങ് ആൻഡ് ആർദർ ഡിസൈഡ് ടു വാച്ച് മീനാസ് റൂം അറ്റ് നൈറ്റ് ടു ട്രാക്ക് ഡ്രാക്കുള. അങ്ങനെ വാൻ ഹെൽസിങ് ആർദറും എന്ത് ചെയ്തു, മീനയുടെ റൂമിൽ നൈറ്റിൽ ഡ്രാക്കുള വരും, ആ സമയത്ത് ഡ്രാക്കുളനെ ട്രാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. ഡെസ്പൈറ്റ് ദെയർ എഫേർട്സ് ദേ ഡു നോട്ട് സീ ഡ്രാക്കുള എൻറ്ററിങ് ഹെർ റൂം. അങ്ങനെ അവരൊരുപാട് കാത്തിരുന്നു, പക്ഷേ അവരുടെ എഫേർട്സ് ഒന്നും ഫലം കണ്ടില്ല. അവർക്ക് ഡ്രാക്കുള വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ദ ഫോളോയിങ് ഡേ ദ മെയ്ഡ് ഫൈൻഡ്സ് മീന ഗ്രേവിലെ ഇൽ. അങ്ങനെ പിറ്റേ ദിവസം മെയ്ഡ് കണ്ടെത്തി മീന, അതായത് ഗ്രേവിലെ ഇൽ മീൻസ് വളരെയധികം രോഗിയായിട്ടുണ്ട്, മരണപ്പെടാനായിട്ടുണ്ട്, അത്രത്തോളം അവളുടെ കണ്ടീഷൻ വേഴ്സൺ ആയിട്ടുണ്ട്. ദേ റഷ് ടു സേവ് ഹർ ബിഫോർ ഷീ ടേൺസ് ഇൻ എ വാമ്പയർ. അങ്ങനെ അവർ പെട്ടെന്ന് ധൃതിപ്പെട്ട് അവളെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവളൊരു വാമ്പയർ ആകുന്നതിന് മുമ്പ്. ഡോക്ടർ വാൻ ഹെൽസിങ് സ്റ്റെബിലൈസസ് ഹർ വിത്ത് ആദർ ഡൊണേറ്റിംഗ് ഹിസ് ബ്ലഡ്. അപ്പോൾ ഡോക്ടർ വാൻ ഹെൽസിങ് ആദറിനോട് ബ്ലഡ് അവൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. വെൻ ദ മെയ്ഡ് റിവീൽസ് ദാറ്റ് മീന ഹാസ് ഫോർബിഡൻ ഹർ ഫ്രം എൻ്റർ ദ
എൻ്ററിങ് ദ ആറ്റിക്. അങ്ങനെ മെയ്ഡ് ആ സമയത്ത് റിവീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, മീന എന്നെ വിലക്കിയിരുന്നു. ആറ്റിക് മീൻസ് തട്ടുംപുറത്ത് പോകാൻ എന്നെ വിലക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. വാൻ ഹെൽസിങ് ആൻഡ് ആദർ റിയലൈസസ് ദാറ്റ് ഡ്രാക്കുള ഈസ് ഹൈഡിങ് ദർ. ആ സമയത്താണ് അവർ റിയലൈസ് ചെയ്യുന്നത്, വാൻ ഹെൽസിങ്ങും ആദറും റിയലൈസ് ചെയ്യുന്നത് ഡ്രാക്കുള അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. വെൻ ദ ലൊക്കേറ്റ് ദ എംപ്റ്റി കഫിൻ ഡ്രാക്കുള എസ്കേപ്പ് ടേക്കിംഗ് മീന വിത്ത് ഹിം. അങ്ങനെ അവർ നോക്കിയ സമയത്ത് അവിടെ ഒരു ഒഴിഞ്ഞെടുക്കുന്ന ഒരു കഫിൻ മാത്രമേ ഉള്ളൂ. ഡ്രാക്കുള അവിടുന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്, മീനേനെ എടുത്തിട്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. വാൻ ഹെൽസിങ് ആൻഡ് ആദർ പെർസ്യൂ ഡ്രാക്കുള ടു ഹിസ് കാസിൽ കൺഫ്രണ്ടിങ് ഹിം ഇൻ എ ഫൈനൽ ഡ്രമാറ്റിക് ചേസ്. Van Helsing cannot defeat Dracula with physical strength alone. So he opens the window to let sunlight in and uses a cross to weaken Dracula. അപ്പോൾ അങ്ങനെ വാൻ ഹെൽസിങ്ങും ആദറും ഡ്രാക്കുളനെ എന്തായാലും ട്രേസ് ചെയ്യണം, കണ്ടെത്തണം, ഹണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്തു. പക്ഷേ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രം ഡ്രാക്കുളനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി. അവരെന്ത് ചെയ്തു, വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തു. അങ്ങനെ സൺലൈറ്റ് ഈ ഒരു അകത്തേക്ക് വരാൻ തുടങ്ങി. ഡ്രാക്കുള ഈ ഒരു സൺലൈറ്റിൽ ഡ്രാക്കുള വീക്കനായി, അതായത് വളരെയധികം ശോഷിച്ചു, ഡ്രാക്കുളയുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു. ആസ് എ സൺലൈറ്റ് ഡിസ്ട്രോയ്സ് ഡ്രാക്കുള ഇറ്റ് ടേൺസ് ടു ആഷസ് ആൻഡ് മീന ഈസ് ഫ്രീഡ് ഫ്രം ഹിസ് സ്പെൽ വിത്ത് ഇസ് ഡെത്ത്. അപ്പോൾ സൺലൈറ്റ് ഡ്രാക്കുളനെ ഡിസ്ട്രോയ് ചെയ്തു. അതായത് സൂര്യൻ പ്രകാശമൊക്കെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഡ്രാക്കുളയുടെ ശക്തി നഷ്ടപ്പെട്ട് ഒരു ആഷസായിട്ട്, ഒരു ചാരമായിട്ട് ഡ്രാക്കുള മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡ്രാക്കുള മരണപ്പെടുന്നു. അങ്ങനെ ഡ്രാക്കുളയുടെ ആ ഒരു സ്പെല്ലിൽ നിന്ന് മീന മോചനം അവൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മൂവി അവസാനിക്കുന്നത്.